മനുഷ്യ മനസ്സിലെ വികലമായ ചിന്തകളെ മാറ്റി നല്ലൊരു മനസ്സിനുടമയാവാൻ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു തരുന്നു ചേഞ്ച് യുവർ ലൈഫ്. നമസ്കാരം. ഇന്ന് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ജില്ലയിൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ വേറെ കാമുകന് വേണ്ടി കൊല്ലുക, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി മക്കളെ ഉപേക്ഷിക്കുക, ഇതൊക്കെ ഒരു ചരിത്ര സംഭവം എന്ന് പറയാനുള്ള ഒരു നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിത്യസംഭവങ്ങൾക്ക് കാരണം എന്താണ്? എത്ര ശാക്തീകരണം പ്രാപിച്ചിട്ടും സ്ത്രീകൾക്ക് ഇതെന്ത് പറ്റി? എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു? അവരുടെ ആ ഒരു അവെയർനെസ് എന്താണ് എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ നമ്മുടെ ലേഡീസ് അവർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഓരോ സംഭവം പറയുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസരമായി ഓരോ പ്രേക്ഷകരും അതിനെ കരുതണം, ചിന്തിക്കണം. എന്താ ഈ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇതിന് ഇടയിൽ കഴിഞ്ഞ ഒരു മാസമായി 2 പെൺമക്കളെയും കൊണ്ടൊരമ്മ വന്നിരുന്നു. അമ്മ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മൂത്ത മകൾ വഴിതെറ്റി, എൻ്റെ ഇളയ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങോട്ട് പറയുകയാണ്. ഐ ആം ആൾ റൈറ്റ് എന്ന കണക്കിനാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. തിരിച്ച് ഇവർ ഒരു ഒബ്സർവേഷനിൽ തന്നെ, അതായത് ഒരു നിരീക്ഷണത്തിൽ തന്നെ ഈ സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ് ഈ 2 മക്കളും തെറ്റിയത്, ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചിട്ട് ഇപ്പം വേറെ താമസിക്കുന്നതെന്ന് മനസ്സിലായി. മക്കളെ വെളിയിലിരുത്തിയിട്ട് അമ്മയോട് സംസാരിച്ചു. അമ്മയൊന്ന് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ആ അമ്മ പറയുകയാണ്, മാഡം എല്ലാം എൻ്റെ തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായത് എനിക്ക് കുട്ടികളുടെ അച്ഛനെ വേണം. അപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചു, എന്താ പറ്റിയത്? അതായത് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞുടൻ തന്നെ, 1 മാസം കഴിഞ്ഞിട്ട് തന്നെ ഭർത്താവ് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ജോലിയാണ്, ഡൽഹിക്ക് പോയി. അന്ന് തൊട്ട് ആ ഭർത്താവ് അവിടെ നിന്ന് അയക്കുന്ന എല്ലാ കാശ് ഇത്തിരി മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഇവർ വീട്ടുകാർക്കും അല്ലെങ്കിൽ വെറുതെ ലാവിഷായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അവർ ഭയങ്കരമായിട്ട് ലാവിഷായിട്ട്, കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളാണ്, ലക്ഷൂറിയസ് ആയിട്ട് ഡ്രസ്സ് വാങ്ങുക, ലക്ഷൂറിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു സ്വഭാവം ഈ സ്ത്രീയിൽ ഇങ്ങനെ ഈ ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും ഇവർക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെ മുളച്ച് വരുന്നതിന് തുടങ്ങി. അതിൽ നിന്നും ഒരുപാട് കള്ളത്തനം പറയാൻ, ഭർത്താവിനോട് ഒരുപാട് കള്ളത്തനം പറയാൻ ഇവർ തുടങ്ങി. ഈ ക്യാഷ് കിട്ടിയ ഉടൻ ഇവരിങ്ങനെ കറങ്ങി വെറുതെ ഭർത്താവിനോട് ഒന്നും പറയാതെ സിനിമ കാണാൻ പോവുക, മക്കളെയും കൂടെ സിനിമ കാണാൻ വിളിക്കുക. അങ്ങനെ വേണ്ടാത്ത എല്ലാ ക്യാരക്ടറും ഈ സ്ത്രീയിൽ മുളച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ പോയാലും വെറുതെ ഇവിടെ ഇരിക്കും. ഭർത്താവിനോടൊരു നീ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിലിരിക്കുന്നു പറയുന്ന സ്ത്രീ, ആ സ്ത്രീ ഇരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ ഇവരിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഭർത്താവിൻ്റെ കാശ് കൊണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ ഒരു ലോകത്ത് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. ഒരു അവസരത്തിൽ ഇവരുടെ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒന്നും വാങ്ങിച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്നും അവരുടെ ഭർത്താവിനെ അവരുടെ സഹോദരന്മാരെ അടിച്ചു. എന്നിട്ടും അവിടെയും അവരുടെ ഭർത്താവിനെ ബലിയാടാക്കിയിട്ട് ഇവർ പറയുന്നത് ഐ ആം ആൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. ശരിക്കും ഈ സ്ത്രീക്കൊരു സൈക്കിക് ഡിസോർഡർ പിടിച്ചു കഴിഞ്ഞു. എന്തെന്നാൽ ഈ ഭർത്താവ് വരുമ്പോഴത്തേക്കും അടുത്ത് ഇയാൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് സ്ഥലമാറ്റം വാങ്ങി വന്നു. അപ്പോഴും ഈ ഭർത്താവിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ കാണുന്നതും അയ്യോ എനിക്ക് തലവേദന, കിടപ്പാണ്, പിന്നെ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് അയ്യോ എനിക്കൊരു ഡിപ്രഷനാണ്, എന്നെ എവിടെയെങ്കിലും ഒരു സൈക്യാട്രി എടുത്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ആക്ട് ചെയ്തിട്ട്
ഗുളിക ഗുളിക ഈ മനുഷ്യൻ കൊണ്ടുപോകും. ഈ മനുഷ്യൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അവർ ഗുളിക മേടിച്ചു കൊടുക്കും. ഗുളിക മേടിച്ചു കൊടുത്തിട്ട് ഗുളിക കഴിക്കത്തില്ല. കാരണം ഇവക്കറിയാം എനിക്കൊരു അസുഖമല്ല, ഞാൻ ഈ ഭർത്താവിൽ നിന്നും ഈ കള്ളങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ആക്ട് ചെയ്യുന്നതായിട്ട് സ്വയം ഇവർക്ക് അറിയാം. അപ്പം ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ സ്ത്രീയെ കുറ്റം പറയുന്നു എന്ന് വിചാരിക്കേണ്ട. പക്ഷേ നമ്മൾക്ക് ഒരു ആപത്ത് വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമെല്ലാം ഒരു ലജ്ജാഭാവമായിട്ട്, സ്ത്രീ സമൂഹത്തിന് തന്നെ ലജ്ജാഭാവമായിട്ട് അത് കാണും. അതിനു മുമ്പ് നമ്മൾ സ്വയം നമ്മുടെ ക്യാരക്ടറിനെ ഒന്ന് പരിശോധിക്കണം. എനിക്കിത്തരത്തിലുള്ള ക്യാരക്ടറുണ്ടോ? ഭർത്താവും ഭാര്യയും എന്ന് പറയുമ്പോൾ എല്ലാം ഷെയർ ചെയ്ത്, കാര്യങ്ങൾ ഷെയർ ചെയ്ത്, ഇപ്പം നമ്മൾ ഓഫീസിൽ പോയാലും ശരി തന്നെ, എവിടെ പോയാലും അതൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോവുക. അല്ലെങ്കിൽ എന്ത് കാര്യമായിരുന്നാലും ഈ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ ചിലവാക്കി ഞാൻ ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്തു എന്നുള്ളതൊക്കെ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവിനോട് എല്ലാ കാര്യവും ഷെയർ ചെയ്ത്, ഭാര്യ മാത്രം ഷെയർ ചെയ്താൽ പോരാ, ഭർത്താവ് പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഇമ്പം കൂടുമ്പോൾ കുടുംബം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എപ്പോഴും അതിനൊരു ആങ്ഷൈറ്റി ആയിട്ട്, അതായത് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ആ കള്ളം മറയ്ക്കാൻ ഈ കള്ളം പറയണ്ടേ എന്നൊക്കെയുള്ള ഒരു ധാരണയോടുകൂടി സ്ത്രീകൾ എപ്പോഴും ടെൻഷനോടുകൂടി ജീവിക്കുകയും, പിന്നെ ഒരു പ്രഷറും അല്ലെങ്കിൽ പിന്നെ ഡിപ്രഷൻ എന്ന സൈക്കിക് ഡിസോർഡറും ഒക്കെ വന്നിട്ട്, ആൻഷൈറ്റി ഡിസോർഡറും ഒക്കെ വന്ന് ഇവരാകെ തളർന്നു പോകും. വെറുതെ ചികിത്സിക്കേണ്ട കാര്യം ഇല്ല. അതിനുപരിയായിട്ട് നമ്മുടെ മക്കൾ നമ്മളെ കണ്ടു പഠിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ സ്ത്രീ ചെയ്തത്, ഇവർ ചെയ്യുന്ന ഓരോ തെറ്റിനും മക്കളോട് പറയും, മക്കളെ ഇതിങ്ങനെ അച്ഛനോട് പറയാവൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മക്കളെ കൂടെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വർഷങ്ങളായി ഇങ്ങനെ നടന്നു. തിരിച്ച് ഈ കുട്ടികൾ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ തെറ്റ് മനസ്സിലായി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാകണമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ആ സ്ത്രീ കൗൺസിലിങ്ങിന് വന്നത്. ഈ സ്ത്രീ കൗൺസിലിങ്ങിന് വന്നതും നമ്മുടെ ലേഡീസ് അവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കേട്ടിട്ട് അന്ന് തന്നെയാണ് ഈ കുട്ടി, ആ സ്ത്രീ എന്നെ വിളിച്ച്, കുറച്ച് ദൂരെയാണ് ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് ഞാനൊന്ന് വന്നോട്ടെ, ഒരു അപ്പോയിൻമെൻറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ക്യാരക്ടറുള്ള ഒരു സ്ത്രീ, നിങ്ങളോ നിങ്ങളുടെ അയൽക്കാരോ അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ എന്തെങ്കിലും ഒരു ഇതിനുള്ള നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത, നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് പിടിച്ചു ഇല്ലാതാക്കുന്നതിന്, നമ്മുടെ മനസ്സിനെ ശരിക്കൊന്ന് പിടിച്ചു നിർത്തുന്നതിന് വേറെ ആരുടെയെങ്കിലും സഹായം, അതായത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു കൗൺസിലറുടെയൊക്കെ സഹായം ആവശ്യം വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചിട്ട് സൗജന്യമാണ് കൗൺസിലിംഗ്. ആർക്ക് വേണോ, ഏത് ടെൻഷൻ ഉണ്ടായിരുന്നാലും. ഈ ആത്മഹത്യ, ഈ സ്ത്രീ എന്നോട് പറഞ്ഞത് ഞാൻ ഇനി ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന ആ ഒരു രൂപം, അതായത് അവർ ഏതോ ഒരു വലിയൊരു സംഭവം നടന്നതായിട്ട്, എനിക്കിനി ജീവിക്കേണ്ട, ഞാൻ ഇനി ഈ 2 പിള്ളേരെയും ഏതെങ്കിലും അനാഥാലയത്ത് ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന ആ കണക്കിനാണ് ആ സ്ത്രീ വന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും മനസ്സിൽ ആ വിഷമം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ക്യാരക്ടർ, കള്ളത്തനം പറയുക, വഞ്ചിക്കുക, സ്വയം വഞ്ചിക്കുക, ഭർത്താവിനെ വഞ്ചിക്കുക, കുടുംബത്തിനെ വഞ്ചിക്കുക, ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേയും നമുക്ക് മാറ്റിയില്ലെങ്കിൽ അതൊരു വലിയൊരു സൈക്കിക് ഡിസോർഡറായിട്ട് മാറുകയും പിന്നെ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു ആപത്തായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ക്യാരക്ടറോ അങ്ങനെ വരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലോ നമുക്ക് തീർച്ചയായിട്ടും അതിനെ കൗൺസിലിങ്ങിൽ കൂടെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് സാധിക്കും. ഇന്ന് ആ സ്ത്രീ വളരെ അവരുടെ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള എല്ലാ അനുരഞ്ജന നടപടിക്രമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇന്ന് അവർ പറയുന്നു, ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവണതയിലോട്ട് ഞാൻ പോകില്ല. അങ്ങനെ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു 1-2 സിറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 4-5 സിറ്റിങ്ങിലൂടെ അവർ
ശരിക്കും നല്ലൊരു സ്ത്രീയായിട്ട് മാറും, നല്ലൊരു ഭാര്യയായിട്ട് മാറും, നല്ലൊരു അമ്മയായിട്ട് മാറും എന്ന വിശ്വാസം ഉണ്ട്.